ഈ വരവറിയാതെ ചെലവ് ചെയ്താൽ വൈശ്രവണനും കടക്കാരനാകുമെന്നൊരു ചൊല്ലുണ്ട് പുരാണത്തില്. ഉം. ഈ സർക്കാർ ഇപ്പൊ ഈ ചെയ്തിട്ടുള്ളത് ആന മണ്ടത്തരമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലോകത്ത് ഒരിടത്തും ഫീബീസുകൾ ഗുണം ചെയ്തിട്ടില്ല. അവരുടെ സമ്പദ് വ്യവസ്ഥയെ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട്. ശ്രീലങ്ക ഉൾപ്പെടെ ലാറ്റിൻ അമേരിക്കൻ പല രാജ്യങ്ങളും ഉൾപ്പെടെ നമ്മൾ ഈ സംഗതി കണ്ടതാണ്. വലതുപക്ഷം വലത് കൈകൊണ്ട് തരുന്നത് നമ്മുടെ പിന്നെ ഇടത് കൈകൊണ്ട് തിരിച്ചു മേടിക്കുന്നു. അച്ഛനെ അമ്മയ്ക്ക് കൊടുക്കുന്നു, പക്ഷെ അച്ഛൻ്റെ മേടിക്കും. അനുകൂലിക്കുകയാണോ ഇപ്പോൾ സർക്കാരിന്റെ ഈ തീരുമാനത്തെ? എന്തായാലും ഈ ഓർഡിനറി ബസ്സുകളിൽ ഈ പരിധി വെച്ചാലും അത് അത്ര കണ്ട് അത് ഗുണകരമാകുമോ, അങ്ങനെ ബാധിക്കുന്ന ഒന്നല്ല. കാരണം ഓർഡിനറി ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾ കൂടുതലും ഭൂരിഭാഗം സ്ത്രീകളും സാധാരണക്കാരാണ്. അപ്പോൾ ആ ഗുണം കിട്ടുകയാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും കിട്ടട്ടെ എന്നത് കുഴപ്പമില്ലാത്ത ഒരു കാര്യം തന്നെയാണ്. താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഇതിനെ? ഈ വരവറിയാതെ ചെലവ് ചെയ്താൽ വൈശ്രവണനും കടക്കാരനാകുമെന്നൊരു ചൊല്ലുണ്ട് പുരാണത്തില്. ഈ സർക്കാർ ഇപ്പൊ ഈ ചെയ്തിട്ടുള്ളത് ആന മണ്ടത്തരമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അധികാരം കൈയാളാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതയ്ക്ക് അങ്ങേയറ്റം സാമ്പത്തിക ബാധ്യത വരുത്തുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വീണ്ടും വിചാരം തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലതാണ്. ഇവര് പ്രകടന പത്രികയിൽ പറഞ്ഞതാണ്, അല്ലെങ്കിൽ ഇവര് നൽകിയ വാഗ്ദാനമാണ് എന്ന് പറയുമ്പോൾ 5.03 ലക്ഷം കോടി രൂപ കേരളത്തിന് കടമുണ്ട് എന്നുള്ള ധവളപത്രം പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരാഴ്ചയായിട്ടില്ല. ഇത്തരത്തിലൊരു ധവളപത്രം പുറത്തിറങ്ങിയ സംസ്ഥാനത്ത് നിന്ന് പ്രതിവർഷം 840 കോടി രൂപയോളം KSRTCക്ക് ഈ വിഷയത്തിൽ നൽകേണ്ടി വന്നു കഴിഞ്ഞാൽ എന്താണ് ഇവിടുത്തെ റവന്യൂ വരുമാനത്തിൽ എന്ത് വർധനയാണ് ഈ സർക്കാർ കണ്ടെത്തിയിരിക്കുന്നത്? സാധാരണക്കാർക്ക് ഗുണകരമാകുന്ന ഒരു പദ്ധതിയല്ലേ, അതിനെ ഇങ്ങനെ തികച്ചും മണ്ടൻ തീരുമാനം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത് എങ്ങനെയാണ് തുടക്കത്തിൽ തന്നെ? തീർച്ചയായിട്ടും ഇത് താഴേക്കടയിലുള്ള, അതായത് നമ്മൾ പറയില്ലേ വരുമാന പരിധിയിൽ നോക്കിയിട്ട് ചെയ്യേണ്ടതാണ് മഞ്ജുഷ. ഇനിയിപ്പോ എന്തൊക്കെ എന്നെ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാനതിൽ ഉറച്ചു നിൽക്കും. ഈ തീരുമാനം വളരെയധികം മണ്ടത്തരമായിട്ടുള്ള ഒരു തീരുമാനമാണ്. ഇത് കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും കൊടുക്കുക. ഈ KSRTCയിലെ മൊത്തം യാത്രക്കാരിൽ 55% സ്ത്രീകളാണെന്ന് ആലോചിച്ച് നോക്കണം. ഈ 55% സ്ത്രീകൾ ഇവിടെ ആവശ്യമില്ലാതെയും ആവശ്യമുണ്ടായിട്ടും യാത്ര ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ KSRTC ബസ്സിൽ വേറെ ആർക്ക് കയറാനാണ് സ്ഥലമുണ്ടാകുക? എന്താണ് സംഭവിക്കാൻ പോകുന്നത്? KSRTCയുടെ വരുമാനം കുത്തനെ കുറയും. ഇവിടെ അങ്ങേയറ്റം മെലിഞ്ഞുണങ്ങി പോകുന്ന സ്വകാര്യ ബസ് സർവീസുകളുടെ കാര്യത്തിൽ എന്തായിരിക്കും? സ്ത്രീകള് ബസ് കാത്തു നിൽക്കും, KSRTC വരുന്നത് കാത്തു നിൽക്കും. മാത്രവുമല്ല, ഇതിന് കൃത്യമായിട്ട് ഇപ്പൊ പറയുന്നത് മലബാർ മേഖലയിലെ, അതായത് ഇവിടുന്ന് നമുക്ക് തെക്കൻ ജില്ലകളിലേക്കുള്ള അത്ര ബസ്സുകൾ, ഓർഡിനറി ബസ്സുകൾ മലബാർ ജില്ലകളിലില്ല, മലബാർ ഭാഗത്തില്ല. അത്തരം ഒരു സാഹചര്യം വരുമ്പോൾ അവിടെ ഈ ആനുകൂല്യം പൂർണ്ണമായിട്ട് ഇന്ന് പറയുന്നത് കേട്ട് 66 ബസ്സുകളാണ് കാസർഗോഡ് ഈ ഓർഡിനറി ആയിട്ട് ഓടുന്നത്. അതുമാതിരി തന്നെ കണ്ണൂർ ഓടുന്നത് 178 ബസ്സുകളാണ്, വയനാട് ഓടുന്നത് 195 ബസ്സുകളൊക്കെയാണ്. അപ്പൊ ഈ കേരളത്തിന്റെ പാതി ഭാഗത്ത് ഈ ആനുകൂല്യം സ്ത്രീകൾക്ക് കിട്ടുമ്പോൾ തന്നെ കേരളത്തിന്റെ പാതി ഭാഗത്ത് കിട്ടുന്നില്ല. അപ്പൊ എന്താണ് അടിസ്ഥാനപരമായിട്ട് തീരുമാനമെടുക്കുമ്പോൾ അത് നമ്മൾ പറയില്ലേ സൂക്ഷ്മമായി പരിശോധിച്ചെടുക്കാത്ത ഒരു തീരുമാനമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. മഞ്ജുഷ, എനിക്ക് 1 മിനിറ്റ് സമയം തരണം. 4898 ബസ്സുകളാണ് KSRTCയിൽ. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച കോൺഗ്രസ് നേതാവ് പറഞ്ഞു 6000. അത് തെറ്റാണ്. 4898 ബസ്സുകളിലെ 888 ബസ്സുകൾ കട്ടപ്പുറത്തിരിക്കുന്നത് കാഴ്ച കാണാനല്ല, അതിന് ടയർ ഇല്ല, സ്പെയർ പാർട്സ് ഇല്ല. അതുമാതിരിയുള്ള അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയിട്ട് പൈസ ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഇത് കട്ടപ്പുറത്തിരിക്കുന്നത്. ഇനി അടുത്തത് 178 കോടി രൂപയാണ് ഓയിൽ കമ്പനികൾക്ക് ഡീസൽ സപ്ലൈ ചെയ്ത വകയിൽ കൊടുക്കാനുള്ളത്. 28 കോടി രൂപ സ്പെയർ പാർട്സ് സപ്ലൈ ചെയ്ത കമ്പനികൾക്ക് കൊടുക്കാനുണ്ട്. 36 കോടി രൂപ ടയർ കമ്പനികൾക്ക് കൊടുക്കാനുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒന്നുകൂടി ആലോചിച്ച് നോക്കണം. അതായത് തൊഴിലാളികളിൽ നിന്ന് കൃത്യമായി പിടിച്ചിട്ടുള്ള EPF അവർ പിരിഞ്ഞു പോകുമ്പോൾ കൊടുക്കാതെ 19.6 കോടി രൂപയാണ് EPF ഇനത്തിൽ നൽകാനുള്ളത്. ഇത്തരം കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഈ ഒരു തീരുമാനം പെട്ടെന്ന് നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ്. അത് എത്രയും വേഗം നടപ്പാക്കേണ്ടത് UDF എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ആവശ്യമായിരിക്കാം. ഒരു കുത്തഴിഞ്ഞ ഭരണ സംവിധാനം ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം നടപ്പാക്കുക എന്നത് രാഷ്ട്രീയ സത്യസന്ധത കൂടിയാണ്. സാധാരണ നമ്മൾ നടപ്പാക്കാത്തതിനെയാണ് വിമർശിക്കാറുള്ളത്. താങ്കൾ ഇപ്പോൾ നടപ്പാക്കിയതിനെ വിമർശിക്കുകയാണ്. ഞാൻ രാഷ്ട്രീയ സത്യസന്ധതയൊക്കെ വേണം മഞ്ജുഷെ. അത് സംസ്ഥാനത്തിന്റെ 10 വർഷം കൊണ്ട് ഒരു കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രത മുച്ചൂടും മുടിച്ചിട്ട് ഒരു സർക്കാർ ഇറങ്ങിപ്പോയിട്ടുള്ള ഒരു സ്ഥാനത്ത് ഇത്തരത്തിലുള്ളൊരു കാര്യം ജനങ്ങളോട് പറയുമ്പോൾ ഞങ്ങൾ അധികാരത്തിൽ കയറിയാൽ നിങ്ങൾക്ക് സൗജന്യ യാത്ര KSRTCയിൽ നൽകാം. ഇപ്പൊ തന്നെ ഇവിടെ ഒരു വഞ്ചനയാണ് നടന്നിരിക്കുന്നത്.
KSRTC നൽകാമെന്ന് പറഞ്ഞിട്ട് അത് ഓർഡിനറി ബസ്സുകളിലേക്ക് ചുരുക്കിയിരിക്കുകയാണ്. അത് വേറെ കാര്യം, അതവിടെ അത് നിൽക്കട്ടെ. ഘട്ടം അപ്പൊ ഘട്ടമായി എന്നുള്ള അത്തരത്തിൽ കാര്യം നമുക്ക് മുഖവിലേക്ക് എടുക്കാമല്ലോ. ഘട്ടം ഘട്ടമായി എന്നുള്ളതാണ്. ഒരു ഘട്ടമായിട്ടും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കാരണം ഇതിന്റെ പ്രത്യാഘാതം ഈ 70 കോടി രൂപയുടെ പ്രതിമാസ ഉള്ള ബാധ്യതയുടെ പ്രത്യാഘാതം പഠിച്ചു കഴിഞ്ഞാൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ലിമിറ്റഡ് സ്റ്റോപ്പിലും ഫാസ്റ്റ് പാസഞ്ചറിലും സൂപ്പർ ഫാസ്റ്റ് ഒന്നും ഇത് നടപ്പിലാക്കാൻ ഈ സർക്കാരിനാകില്ല മഞ്ജുഷേ. കാരണം ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതി നോക്കൂ. മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് 708 കോടിയാണ് കൊടുക്കാനുള്ളത്, കടം തീർക്കാനുള്ളത്. അതുപോലെ തന്നെ ഇവിടെ കുടിശ്ശികയില്ലാത്ത ഒരു മേഖലയും ഇല്ല. കുഷ്ഠരോഗികൾക്ക്, ക്ഷയരോഗികൾക്ക് പ്രതിമാസം നൽകാറുള്ള സാമ്പത്തിക സഹായം പോലും മാസങ്ങളുടെ കുടിശ്ശിക വരുത്തിയിട്ട് ഇറങ്ങിപ്പോയ സർക്കാരിന്റെ കാര്യത്തില് ഇതിനേക്കാൾ പ്രാധാന്യമായിട്ട് പലതും ചെയ്യാനുള്ളപ്പോ ഈ ഒരു കാര്യം വാഗ്ദാനം കൊടുത്ത സ്ഥിതിക്ക് അത് ചെയ്തതിനൊക്കെ ഞാൻ അഭിനന്ദിക്കുന്നു. അത് ആവശ്യമാണ്. പക്ഷെ അത് പരക്കെ എല്ലാ സ്ത്രീകൾക്കും കൂടി കൊടുത്തിട്ടുള്ളത് ഒരു മണ്ടത്തരമാണ് എന്ന് എനിക്ക് പറയാം. KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് നൽകിയതിനെ ഈ പേര് പറഞ്ഞ പോലെ പ്രിയദർശിനി, അതിൽ ഈ പദ്ധതി പ്രിയകരമാണ്. പക്ഷെ ഈ ദർശനം അത്ര ശരിയായോ എന്ന് എനിക്ക് നേരത്തെ ടീച്ചറൊക്കെ പറഞ്ഞ പോലെ സംശയമുണ്ട്. അതിന്റെ പ്രധാന കാരണം ഈ ഫ്രീ ബീസും വെൽഫെയർ സ്കീംസും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ പല സർക്കാരുകളും കണക്കിലെടുക്കുന്നില്ല, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടികൾ കണക്കിലെടുക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ടീച്ചർ പറഞ്ഞ സംഗതി എന്താണ്? അത് വെൽഫെയർ സ്കീമാണ്. അതായത് 40,000 രൂപ അല്ലെങ്കിൽ 30,000 രൂപ വരുമാനത്തിന് താഴെ ഉള്ളവർക്ക് മാത്രം കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് വെൽഫെയർ സ്കീമാണ്. അതേസമയം വഴിയെ പോകുന്നവർക്ക് എല്ലാം കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് ഫ്രീ ബീസ് ആയി മാറും. ലോകത്തൊരിടത്തും ഫ്രീ ബീസുകൾ ഗുണം ചെയ്തിട്ടില്ല. അവരുടെ സമ്പദ് വ്യവസ്ഥയെ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട്. ശ്രീലങ്ക ഉൾപ്പെടെ, ലാറ്റിൻ അമേരിക്കൻ പല രാജ്യങ്ങളും ഉൾപ്പെടെ നമ്മൾ ഈ സംഗതി കണ്ടതാണ്. ഫ്രീ ബീസുകൾ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. ഇവിടെ 1 ലക്ഷം രൂപ വരുമാനം, 1 ലക്ഷത്തിന് രൂപയ്ക്ക് കൂടുതൽ വരുമാനം വാങ്ങുന്ന ഒരു ഗസറ്റഡ് ഓഫീസർ എംപ്ലോയി, അവർക്ക് ഫ്രീ ബീസ്. ദിവസം 50 രൂപ അല്ലെങ്കിൽ 100 രൂപ വരുമാനം കിട്ടുന്ന സ്ത്രീക്കും ഫ്രീ ബീസ്. അതെങ്ങനെയാണ് ശരിയാകുന്നത്? അപ്പൊ ഈ ഫ്രീ ബീസ് അല്ല നമ്മൾ വേണ്ടത്, ഇതിനെ വെൽഫെയർ സ്കീമാക്കി മാറ്റണം. ഈ ഇത് പല രാജ്യങ്ങളിലും, ഇപ്പൊ ഓസ്ട്രേലിയയിലുണ്ട്, UK എല്ലായിടത്തും ഈ ബസ്സിനൊക്കെ കൺസെഷൻ, ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിന് കൺസെഷൻ ഉണ്ട്. ആ കൺസെഷൻ 50% കൺസെഷൻ കൊടുക്കും. അല്ലെങ്കിൽ സീനിയർ സിറ്റിസന്, അതായത് വെറ്ററാൻസിന് കൺസെഷൻ കൊടുക്കും, ഫുൾ കൺസെഷൻ കൊടുക്കും. 80 വയസ്സ് കഴിഞ്ഞവർക്കെല്ലാം ഫ്രീ കൺസെഷൻ കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യാമെന്നല്ലാതെ ഇത് നാട്ടുകാർക്ക് മുഴുവൻ ഫ്രീ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നാമത് ഇത് ഖജനാവ് എന്ത് ഖജനാവാണ്? പൂച്ച പെറ്റ് കിടക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ ഖജനാവാണ്. പണ്ട് ഒരു മടിയൻ ജന്മിയുടെ മകൻ പറഞ്ഞ പോലെയാണ്, 10,000 പേരും ചക്കിക്കുത്തും അമ്മ വയ്ക്കും ഞാൻ ഉണ്ണുവന്ന്. പക്ഷെ ഈ ഖജനാവ് അങ്ങനെ പെറില്ല. ഈ ഖജനാവിൽ ഞാനും നിങ്ങളും കൊണ്ടിട്ടാലേ ഇതിനകത്ത് വല്ലതും ഉള്ളൂ. ഇവിടെ എവിടെ നിന്നിട്ട് കൊണ്ടിടാനാണ്? കഴിഞ്ഞ സർക്കാരും ഊറ്റിപ്പിഴിഞ്ഞ് നമ്മളെ എല്ലാത്തിന്റെയും നികുതിയുടെ മേൽ നികുതി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇത് എവിടുന്നാണ് ഇവിടെ വരുമാനം ഉണ്ടാക്കാൻ പോകുന്നത്? വരുമാനം ഉണ്ടാക്കാൻ പദ്ധതികളുണ്ട്. ശ്രീ VD സതീശൻ അതിന് പ്ലാൻ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ആ പദ്ധതികൾ നടപ്പിലാക്കി വരണമെങ്കിൽ കാലം എത്ര എടുക്കും? നമ്മുടെ പോർട്ടുകളെല്ലാം ഡെവലപ്പ് ചെയ്ത് ഇതാക്കുന്നതും, ഫിഷറീസ് കൊണ്ടിരുന്നതും, ടൂറിസം പദ്ധതി കൊണ്ടിരുന്നതും, പിന്നെ ഇവിടെ എയർ ഹബ് ആക്കുന്നതും ഒക്കെ ഉള്ള പദ്ധതികൾ നല്ല പദ്ധതികൾ തന്നെയാണ്. ഇതൊക്കെ മുതലാക്കിയിട്ട് ഇത് നടത്താൻ പറ്റുമോ? അപ്പൊ ഇത് പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് പലയിടത്തും നടത്തിയെടുത്ത പ്രശ്നം എന്താ അറിയാമോ? നാടൻ പുറത്തെ ഭാഷ പറഞ്ഞാൽ ഈ പെണ്ണിന്റെ നേട്ടം ആണിന്റെ കോട്ടം എന്ന് പറഞ്ഞ പോലെയാണ്. തിരുവനന്തപുരത്ത്, ഡൽഹിയിൽ ഇത് നടപ്പിലാക്കി. പിന്നെ പുരുഷന്മാരുടെ ഫെയർ അല്ല, സ്ത്രീകൾക്ക് സൗജന്യമാണ്. അപ്പൊ ഫെയർ കൂട്ടിയപ്പോൾ ഇതെല്ലാം പുരുഷന്മാർ കൊടുക്കേണ്ടി വന്നു. അപ്പൊ അമ്മയ്ക്ക് കിട്ടുന്ന ആനുകൂല്യം അച്ഛൻ കൊടുക്കേണ്ടി വരുന്നു. വലതുപക്ഷം വലത് കൈ കൊണ്ട് തരുന്നത് നമ്മുടെ പിന്നെ ഇടത് കൈ കൊണ്ട് തിരിച്ചു മേടിക്കുന്നു. അച്ഛനെ അമ്മയ്ക്ക് കൊടുക്കുന്നു, പക്ഷെ അച്ഛൻ്റെ നിന്ന് മേടിക്കും. സഹോദരന് കൊടുക്കുന്നു, സഹോദരിക്ക് കൊടുക്കുന്നു, സഹോദരന്റെ നിന്ന് മേടിക്കും. മോക്ക് കൊടുക്കുന്നത് മോന്റെ നിന്ന് മേടിക്കും. ഇതേ പറ്റുള്ളൂ. ഖജനാവ് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഖജനാവ് പെറിയില്ല. പൂച്ച അതിനകത്ത് പറ്റി കിടക്കും, പക്ഷെ ഖജനാവ് ഒരിക്കലും പെറിയില്ല. ഖജനാവിൽ നമ്മൾ പെറുക്കി ഇട്ടാലേ അതിനകത്ത് ഉണ്ടാവുള്ളൂ. അത് ഉണ്ടാക്കണമെങ്കിൽ ആരാണ്? നമ്മൾ ഈ ഇപ്പൊ 800 കോടി വന്നാലും ഇത് ആരുടെ തലയിലാണ് വരുന്നത്? സാധാരണക്കാരന്റെ തലയിലാണ് വരുന്നത്. അവർക്ക് ടാക്സ് കൊടുത്ത് മുടിയേണ്ടി വരും. ഈ പദ്ധതികൾ എല്ലാം അങ്ങനെ ഗുണകരമല്ലാതാകുന്നത് അതുകൊണ്ടാണ് ഫ്രീ ബീസ് നിർത്തണം എന്ന് പറയുന്നത്. സുപ്രീം കോടതി പലതവണ വാൺ ചെയ്തിട്ടുണ്ട്. അവർ ക്ഷേമ പദ്ധതിയാണെങ്കിൽ നടപ്പിലാക്കണം, ക്ഷേമ പദ്ധതി എന്ന രീതിയിൽ നടപ്പിലാക്കണം. അതിനോട് താങ്കൾ യോജിക്കുകയാണ് അല്ലെ? അല്ല, അതിൽ മറ്റൊരു കാര്യമുണ്ട്. അതിപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക്, ഇപ്പോൾ ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ്, മറ്റു ബസ്സുകൾ ഇതിലേക്ക് വരുമ്പോൾ ആ രീതിയിലുള്ള ചിന്ത ഉണ്ടാകുമായിരിക്കും. അതുകൊണ്ടാണല്ലോ അത് മാറ്റി വെച്ചിരിക്കുന്നത്. 100 ദിവസത്തെ പഠനവും ഇതിനു വേണ്ടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടില് നമ്മുടെ നാട്ടിൽ ഒരു സാധനം കൊടുത്താൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റുമോ? ഇവിടെ പിള്ളേർക്ക് ഓർഡിനറിയിൽ തിരിച്ചെടുക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് അടുത്ത ഘട്ടത്തിൽ മറ്റു ബസ്സുകളിലെ കാര്യമാണ്. മറ്റു ബസ്സുകളിൽ വന്നാലും ഇത് തന്നെയാണ് അവസ്ഥ തന്നെ.
എന്തിനാണ് നിങ്ങൾ 1 ലക്ഷം രൂപ വാങ്ങിക്കുന്ന ആളിന് ശമ്പളം വാങ്ങിക്കുന്ന ആളിന് സൗജന്യം കൊടുക്കുന്നത്? അത് 30,000 രൂപ വാങ്ങിക്കുന്ന ആളിനെ കൊടുക്കാവോ, അല്ലെങ്കിൽ 30,000 രൂപ വരുമാനം മാക്സിമം, അതുപോലും പാടില്ല എന്നാണ് എനിക്ക് പറഞ്ഞത്. കാരണം 10 രൂപ 20 രൂപ ടിക്കറ്റാണ് സാധാരണ ഈ നമ്മുടെ ലോക്കൽ യാത്രയ്ക്ക് വരുന്നത്. കൂടിപ്പോയാൽ 30-40 രൂപയുടെ ടിക്കറ്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ സൗജന്യം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇല്ലെങ്കിൽ എനിക്ക് ഒന്ന് ടീച്ചർ പറഞ്ഞ പോലെ 1-2 സെഷൻ ഞാൻ പറയാം. ഒന്നുകിൽ ഈ ബസ്സിൽ ഒരു 5 റോ എങ്കിലും സിറ്റ് ഓൺലി എന്ന് പറഞ്ഞിട്ട് അതിന് ചാർജ് ചെയ്യാം, ഇരിക്കുന്നതിന് പൈസ, അങ്ങനെ കുറച്ച് ചാർജ് ചെയ്യാം. ഇല്ലെങ്കിൽ ഈ ലോട്ടറി, ടീച്ചർ പറഞ്ഞ നല്ലൊരു ഐഡിയ ആണ്. ഈ ലോട്ടറി ബസ്സിൽ കയറുന്ന സ്ത്രീകൾ തന്നെ ഈ ലോട്ടറി എടുക്കണം. അത് പിന്നെ ഒരു വരുമാനം ഉള്ളവര് ആ ലോട്ടറി എടുത്തിട്ട് അത് ആദായമാക്കി. ഇത് നാട്ടുകാർക്ക് മുഴുവൻ കൊടുത്താൽ ഇവിടെ ലോട്ടറി കൊണ്ട് മുടിഞ്ഞിരിക്കുകയാണ്. ആൾക്കാർ ലോട്ടറി നടത്തി ഈ നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്നതല്ലേ ചൂതാട്ടവും ചാരായവുമാണ് നമ്മുടെ വരുമാനം. അപ്പൊ അതുകൊണ്ട് ലോട്ടറി അപകടമാണ്. ഇതെല്ലാം പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ നമുക്ക് ഒറ്റ കാര്യമുള്ളൂ, ഇത് വെൽഫെയർ സ്കീമാക്കി മാറ്റുക.